മലപ്പുറത്തെ മാത്രം കേന്ദ്രീകൃതമാക്കി ഇവർ നടത്തുന്ന പ്രസ്താവന ആദ്യമായി ഉണ്ടായതല്ല. നമുക്കറിയാം, മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെ കേന്ദ്രീകരിച്ച് മലപ്പുറത്തിന് ഉള്ളടക്കം വർഗീയമാണ് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് നമ്മൾ മറന്നുപോയിട്ടില്ല. കാലിക്കറ്റ് സർവകലാശാലയിൽ വൈസ് ചാൻസലറും രജിസ്ട്രാറുമായി ഒരേ സമുദായത്തിലെ രണ്ടാളുകൾ വന്നപ്പോൾ അവിടെ താലിബാൻ ഭരണം നടക്കുന്നു എന്ന് വിജയരാഘവൻ പറഞ്ഞത് നമ്മൾ മറന്നുപോയിട്ടില്ല. മലപ്പുറത്തെ കുട്ടികൾ 10ാം ക്ലാസ്സിൽ വലിയ വിജയം നേടിയപ്പോൾ, അവർ എഞ്ചിനീയറിംഗും വലിയ വിജയം നേടിയപ്പോൾ കോപ്പി അടിച്ച് ജയിക്കുന്നുവെന്ന് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പറഞ്ഞത് നമ്മൾ മറന്നുപോയിട്ടില്ല. ഗെയിൽ സമരം, കേരളത്തിൽ എല്ലായിടത്തും ഗെയിൽ സമരം നടക്കുമ്പോൾ ഈ മലപ്പുറത്തെ ഗെയിൽ സമരത്തിന്റെ ഒരു സമരത്തെ മാത്രം കാണിച്ച് വർഗീയതയുടെ ചാപ്പ കുത്തിയത് നമ്മൾ മറന്നുപോയിട്ടില്ല. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ലെറ്റർ പേഡിൽ അത് എഴുതി വന്നതും നമ്മൾ വായിച്ചതാണ്. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട സമരം ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് നടക്കുമ്പോൾ മലപ്പുറത്ത് തീവ്രവാദികളുടെ സമരമാണ് എന്ന് CPM പറയുന്നത് നമ്മൾ കേട്ടതാണ്. എന്ന് വെച്ചാൽ ആദ്യമായിട്ടല്ല മലപ്പുറം ഫോബിയയുമായി ബന്ധപ്പെട്ട് ഒരു CPM നേതാവിൽ നിന്നൊരു പ്രസ്താവന വരുന്നത്. ഇത് നിരന്തരമായി വരികയാണ്. ഞങ്ങൾ പറയുന്നത് ഇത് പരിശോധിക്കപ്പെടാൻ CPMന്റെ നേതൃത്വം തയ്യാറാകണം. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നു? നമുക്കറിയാം, അംബേദ്കറിന്റെ വാചകം നമ്മുടെ മുമ്പിലുണ്ട്. സവർണ മനസ്സുള്ള കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പണ്ട് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സവർണ മനസ്സുള്ള സഖാക്കളാണോ ഇത്തരത്തിൽ വാദഗതികൾ ഉന്നയിക്കുന്നത്, ഇത്തരം പരാമർശം നടത്തുന്നത്?